പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത വരുന്നു. മന്ത്രിസ്ഥാനം ഉറപ്പിച്ചോ അൻവർ സാദത്ത്? രമേശ് ചെന്നിത്തലയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അൻവർ സാദത്ത്. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിൽ രമേശ് ചെന്നിത്തല നേതൃത്വത്തിന് വഴങ്ങിയേക്കുമെന്നറിയുന്നു. അൻവർ സാദത്ത്, IC ബാലകൃഷ്ണൻ എന്നിവരെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നാണ് ചെന്നിത്തലയുടെ ആവശ്യം. ഇരുവരും മുതിർന്ന ജനപ്രതിനിധികളാണെന്നും ചെന്നിത്തല ആ പക്ഷം വാദിക്കുന്നുണ്ട്. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, രണ്ടുപേർക്ക് വേണ്ടിയാണ് രമേശ് ചെന്നിത്തല ഇപ്പോഴും കടുംപിടുത്തം തുടരുന്നത്. അതിലൊന്ന് അൻവർ സാദത്ത് ഏറെക്കാലം ആലുവയെ പ്രതിനിധീകരിച്ച നിയമസഭാ അംഗമെന്ന നിലയിൽ പരിചയമുള്ള അൻവർ സാദത്തിനെ കൂടി മന്ത്രിയാക്കണം. അത് സാമൂഹ്യ നീതിക്ക് ഉതകുന്നതാണെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. IC ബാലകൃഷ്ണൻ ST വിഭാഗത്തിൽ നിന്നുള്ള വയനാട്ടിൽ നിന്ന് ഏറെക്കാലം നിയമസഭാ സാമാജികനായ അംഗമാണ്. തന്നോടൊപ്പം നിൽക്കുന്ന ഈ രണ്ടുപേരെയും മന്ത്രിമാരാക്കണമെന്ന നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോയിട്ടില്ലേ രമേശ് ചെന്നിത്തല? അതോ അൻവർ സാദത്തിനെ മന്ത്രിസഭയിൽ എടുക്കാനുള്ള നീക്കം നടക്കുന്നുണ്ടോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ, റോഷിപാൽ? അരുൺകുമാർ, രമേശ് ചെന്നിത്തല ഇന്നലെ മുതൽ തന്നെ ഉയർത്തിയ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്ന് ഇത് മാത്രമാണ്. തൻ്റെ ഒപ്പമുള്ള മാത്രമല്ല, തനിക്ക് ഈ നിയമസഭയിൽ ഏറ്റവും പരിചയസമ്പത്തുള്ള 2 MLA മാർ, അത് ഒന്ന് അൻവർ സാദത്തും IC ബാലകൃഷ്ണനുമാണ്. അവർ 4 ടേം MLA മാരായി. ഇവരെ മാറ്റി നിർത്തിക്കൊണ്ട് താൻ മന്ത്രിസഭയിലേക്കില്ല എന്ന് തറപ്പിച്ച് പറയുകയായിരുന്നു രമേശ് ചെന്നിത്തല. കാരണം രമേശ് ചെന്നിത്തലയുമായി ഹൈക്കമാൻഡ് പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം രമേശ് ചെന്നിത്തല ഒരു മഞ്ഞുരുകുന്ന ഒരു സമീപനമായിരുന്നു. വഴങ്ങുകയും ആഭ്യന്തര വകുപ്പ് ഏറ്റെടുത്ത് മന്ത്രിസഭയുടെ ഭാഗമാകാം എന്ന നിലപാടിലേക്ക് എത്തുകയും ചെയ്തതാണ്. പക്ഷേ പിന്നീട് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് പോകുമ്പോൾ അതിൽ അൻവർ സാദത്തും IC ബാലകൃഷ്ണനും ഇല്ല എന്ന കാരണത്തോടെ രമേശ് ചെന്നിത്തല പിന്നീട് കടുപ്പിക്കുകയായിരുന്നു. സത്യത്തിൽ IC ബാലകൃഷ്ണൻ ഈ MLA മാർ മുഖ്യമന്ത്രി ആരാകണമെന്ന അഭിപ്രായം ആരാഞ്ഞപ്പോൾ അതിൽ 2ാമത്തെ പേരായിട്ടാണ് രമേശ് ചെന്നിത്തലയുടെ പേര് പറഞ്ഞത്. ആദ്യ പേര് KC വേണുഗോപാലിൻ്റെതായിരുന്നു. എന്നാൽ പോലും അതിൽ സീനിയോറിറ്റി പരിഗണിക്കണം, അത് സീനിയോറിറ്റി പരിഗണിച്ചില്ലെങ്കിൽ അനീതിയാകും എന്ന നിലപാട് രമേശ് ചെന്നിത്തല സ്വീകരിച്ചു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. നേരത്തെ IC ബാലകൃഷ്ണൻ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമായിരുന്നു. പക്ഷേ ഇടയ്ക്ക് ഈ നിലപാട് മാറ്റം അല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് അവിടെ ST വിഭാഗത്തിന് ഒരു പരിഗണന നൽകേണ്ടതുണ്ട് ഒന്നുകൂടി രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാണിച്ചു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ST വിഭാഗത്തിന് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഒരു മന്ത്രി ഉണ്ടായിരുന്നു, PK ജയലക്ഷ്മി മന്ത്രിയായിരുന്നു. ആ കീഴ്വഴക്കം തുടരണം. അങ്ങനെയെങ്കിൽ അവിടെ IC ബാലകൃഷ്ണനാണ് പരിഗണന ലഭിക്കേണ്ടത് എന്ന വാദമാണ് രമേശ് ചെന്നിത്തല ഉന്നയിച്ചത്. അങ്ങനെ IC ബാലകൃഷ്ണനെയും അൻവർ സാദിനെയും പരിഗണിച്ചില്ലെങ്കിൽ മന്ത്രിസഭയിലേക്കില്ല എന്ന സമീപനമാണ്. പക്ഷേ ഹൈക്കമാൻഡ് കടുത്ത സമ്മർദ്ദം ഉണ്ടായിരുന്നു. ഒടുവിൽ രമേശ് ചെന്നിത്തല വഴങ്ങുന്നു എന്ന സൂചനയാണ് പുറത്തുവരുന്നത്. മന്ത്രിസഭയുടെ ഭാഗമായേക്കും രമേശ് ചെന്നിത്തല. വിജിലൻസ്, ആഭ്യന്തര വകുപ്പ് ഏറ്റെടുത്ത മന്ത്രിസഭയുടെ ഭാഗമാകും. കാരണം പാർട്ടിയെ വെല്ലുവിളിച്ച് രമേശ് ചെന്നിത്തല മുന്നോട്ട് പോകില്ല എന്നാണ് രമേശ് ചെന്നിത്തല പക്ഷം നേതാക്കൾ ഇപ്പോൾ പറയുന്നത്. ഒരു കാരണവശാലും പാർട്ടിക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു തീരുമാനവും രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തുനിന്നുണ്ടാകില്ല. ഇന്ന് ഉച്ചയോടെ മന്ത്രിസഭാ പട്ടിക അത് ലോക്ഭവനിലേക്ക് എത്തിക്കണം. അതുകൊണ്ട് ആ പട്ടിക രൂപപ്പെടുന്ന സമയമാകുമ്പോഴത്തേക്ക് രമേശ് ചെന്നിത്തല നിലപാട് മയപ്പെടുത്തി ഈ കോൺഗ്രസ് നേതൃത്വത്തിന് വഴങ്ങുമെന്ന കണക്കുകൂട്ടൽ തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. നല്ല മഴ കൂടിയുണ്ട് റോഷി, അല്ലേ? തിരുവനന്തപുരത്ത് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളൊക്കെ നടക്കുന്നത് മഴക്കാലത്താണ്. പുറത്ത് മഴ, ഉള്ളിൽ ചൂട്, അല്ലേ? അരുൺകുമാർ, ഇന്നലെ മഴയുണ്ട്. ഇന്ന് രാവിലെ മുതലേ ചാറ്റൽ മഴ ഇടയ്ക്ക് ശക്തമാകും. തണുത്ത പ്രഭാതമാണ്. പക്ഷേ ചൂടുള്ള ചർച്ചകളാണ് രമേശ് ചെന്നിത്തലയുടെ വീട്ടിനകത്ത്. കാരണം അവിടെ ജ്യോതികുമാർ ചാമക്കാലയും അൻവർ സാദത്തും എത്തിയിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തരായ 2 MLA മാരാണ്. തീർച്ചയായിട്ടും അൻവർ സാദത്ത് മന്ത്രിസഭ പ്രവേശിക്കാൻ എന്തുകൊണ്ടും യോഗ്യനാണ് എന്നുള്ള കാര്യം പ്രേക്ഷകർക്ക് അറിയാമല്ലോ. ആലുവയിലാണെങ്കിലും ശരി, അദ്ദേഹം ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ മഴയത്തും വെയിലത്തും ഒക്കെ എത്രയോ തവണ അല്ലെ ഓടി നടന്ന് പ്രവർത്തിച്ച നേതാവാണ് അൻവർ സാദത്ത്. അൻവർ സാദത്ത് നിശ്ചയമായും ഈ മന്ത്രിസഭയിൽ ഉണ്ടായിരിക്കണമെന്നാണ് നിരവധി ആളുകൾ ആഗ്രഹിക്കുന്നത്. രമേശ് ചെന്നിത്തല അതുകൊണ്ട് തന്നെ അൻവർ സാദത്തിന് വേണ്ടി വാദിക്കുകയും ചെയ്യുന്നുണ്ട്. അൻവർ സാദത്തിനെ മന്ത്രിസഭയിൽ എടുക്കണം. ഇനി രമേശ് ചെന്നിത്തലയോടൊപ്പം നിന്നതാണ് യോഗ്യത കുറവെങ്കിൽ അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു എന്നങ്ങ് പറഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ വേറെ നിവൃത്തിയില്ല. കാരണം അൻവർ സാദത്ത് മന്ത്രി ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകരോട് കേട്ടു. അപ്പോൾ അതാണ് രമേശ് ചെന്നിത്തല മുന്നോട്ട് വയ്ക്കുന്നത്. IC ബാലകൃഷ്ണനും കൊടുത്താൽ നല്ലത്. IC ബാലകൃഷ്ണൻ്റെയും അൻവർ സാദത്തിൻ്റെയും പേരാണ് രമേശ് ചെന്നിത്തല ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു ഒത്തുതീർപ്പ് എന്ന നിലയിൽ അൻവർ സാദത്തെങ്കിലും മന്ത്രിസഭയിൽ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.